തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി ബി.ജെ.പി. തൃശൂർ പൂരത്തിന് കണ്ടത് വിശ്വാസികളുള്ള വെല്ലുവിളിയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തൃശൂർ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അടക്കമുള്ളവരും പ്രതികരിച്ചു. തൃശൂർ പൂരം വെടിക്കെട്ട് തടസ്സപ്പെട്ട സംഭവത്തിൽ പൂരപ്രേമികൾക്കും ഭക്തർക്കും പിന്നാലെ പ്രതിഷേധം അറിയിക്കുകയാണ് ബി.ജെ.പി. ചരിത്ര പ്രാധാന്യം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് നടക്കുന്നതെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ആരോപിച്ചു. ഇവിടെ സർക്കാരും പോലീസും ചേർന്ന് വളരെ ബോധപൂർവം അത് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. വിശ്വാസികളോടുള്ള ഒരു വലിയ കടന്നുകയറ്റമാണ്. ആചാരങ്ങളിൽ തുടർച്ചയായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറുകയാണ്. കാരണം ഇതിൽ സർക്കാരിന് ഒരു കാര്യവുമില്ല. സർക്കാർ ഇടപെടേണ്ട വിഷയമേ അല്ലത്. ഈ വിഷയത്തിൽ ഇന്നലെ കാണിച്ച ധൃതി ഒരു വിഭാഗം ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. വിശ്വാസ പ്രമാണങ്ങളോടുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപലപനീയമായിട്ടുള്ള കാര്യമാണ്. ബോധപൂർവം ഇതിനകത്ത് ശ്രമങ്ങൾ നടന്നോ എന്നുള്ള കാര്യം അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന തൃശൂർ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ജനങ്ങളെ തല്ലാൻ പോലീസിന് ആരാണ് അധികാരം നൽകിയത്? തിരുവമ്പാടി ദേവസ്വം എടുത്തത് യുക്തിപൂർവമായ തീരുമാനമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ജനങ്ങളെ തല്ലിയതാരാണ്? അത് ആരുടെ നിർദ്ദേശമാണ് അറിയണ്ടേ? ക്രിറ്റിസിസം ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന നിർദ്ദേശമല്ലേ അവർക്ക് അനുസരിക്കാൻ പറ്റൂ. പോലീസുകാർ എന്ത് പിഴച്ചു? അവർക്ക് കിട്ടിയ നിർദ്ദേശം അവരെ അനുസരിച്ചല്ലേ പറ്റൂ. അതിനാ പറഞ്ഞ അത് ജുഡീഷ്യൽ അന്വേഷണം വരട്ടെ. തിരുവമ്പാടി ദേവസ്വം നല്ല യുക്തിപൂർണമായ ഒരു തീരുമാനം എടുത്തു. ശബരിമല പോലെ തൃശൂർ പൂരവും അട്ടിമറിക്കാൻ ശ്രമമാണ് നടക്കുന്നതെന്ന് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ശബരിമലയുടെ ആചാരത്തെ തകർത്ത് ശബരിമലയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതുപോലെ തൃശൂർ പൂരത്തെയും തകർക്കാനുള്ള ഈ ശ്രമം ബോധപൂർവമായ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും. ഇന്നലത്തെ സംഭവം ഭരണകൂടമുണ്ടാക്കിയ ഭീകരതയാണ്. അനാവശ്യമായ ഇടപെടലാണ്. വർണ്ണപ്പകിട്ടാവേണ്ട തൃശൂർ പൂരം, ആ പൂരത്തിൻ്റെ വെടിക്കെട്ട് ജനങ്ങൾക്ക് അതിൻ്റെ വർണ്ണഭംഗി ഇല്ലാതെ പകൽപൂരമാക്കി മാറ്റിയത്. പോലീസിനെ മുൻനിർത്തി പൂരം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പ്രതികരിച്ചു. തൃശൂർ പൂരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പോലീസിനെ മുന്നിൽ നിർത്തി പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനും തയ്യാറാക്കണം. കാരണം ഏറ്റവും സമാധാനപരമായിട്ടാണ് പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ആരംഭിച്ചതും മുന്നോട്ട് പോയതും. ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനാവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടായത്. അതും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. തൃശൂർ പൂരത്തിൽ പോലീസും സർക്കാരും അനാവശ്യമായി ഇടപെടുകയാണെന്ന ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആചാര അനുഷ്ഠാനങ്ങൾ വെച്ച് പുറത്താനുള്ള സ്വാതന്ത്ര്യം, ഇതിനൊക്കെ എന്തിനാണ് പോലീസിനെ ഉപയോഗിച്ച് തടയുന്നത്? എന്തിനാണ്? വെടിക്കെട്ട് സംബന്ധിച്ച്, ആന എഴുന്നള്ളിക്ക് സംബന്ധിച്ച് നിബന്ധനകൾ ഉണ്ടാക്കി. ശരി, ആ നിബന്ധനകൾ മുഴുവൻ പാലിച്ചല്ലോ. അതും വാസ്തവത്തിൽ അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ച് ഒരിക്കലും വെടിക്കെട്ടോ പൂര എഴുന്നള്ളിപ്പോ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു സർക്കാർ ചെയ്തത്. പക്ഷെ സംഘടിതമായ ചെറുത്തുനിൽപ്പിന്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ പൂര ഭാരവാഹികളും പൂരപ്രേമികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പോരാടിയതിന്റെ ഫലമായിട്ടാണ് അവസാനം മുട്ടുമടക്കിയത്. തൃശൂർ പൂരത്തെ തകർക്കാൻ വർഷങ്ങളായി ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതായി ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എ. നാഗേഷ് പ്രതികരിച്ചു. തൃശൂർ പൂരത്തെ അലങ്കോലമാക്കാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആസൂത്രിതമായിട്ടുള്ള നീക്കം പല മേഖലകളിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇത്തവണ 2 തവണകളിലായി പുതിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പൂരത്തെ അലങ്കോലമാക്കാൻ പരിശ്രമം നടന്നു. ഇന്നലെ നടന്ന സംഭവം തികച്ചും ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് ഇന്നേ വരെ കാണാത്ത രീതിയിലാണ് പല സമയത്തും ഭക്തരെ ലാത്തിചാർജ് ചെയ്യുന്ന അടക്കം ഒരു മൃഗീയമായിട്ടുള്ള പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. തൃശൂർ പൂരം തടസ്സപ്പെടുത്താനുള്ള ശ്രമം തീവ്രവാദ സംഘടനകളുടെ വോട്ട് നേടാനാണെന്ന് കൊല്ലത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി വ്യക്തമാക്കി. പാർട്ടിയുടെ ഗുണ്ടകൾ അതിനകത്ത് കയറിയിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ ക്ഷേത്രത്തിനകത്ത് നടത്തുന്നത്. ആചാരങ്ങൾ തടസ്സപ്പെടുത്തുക, ചെരുപ്പും ഷൂസും ഇടാൻ പാടില്ലാത്തത് അത് ഇട്ടുകൊണ്ട് അകത്ത് കയറുക. ഇത്തരം ആചാരത്തിനെ ലംഘിക്കുന്ന നടപടികൾക്കെതിരെ നമ്മൾ ജാഗരൂകരാകണം. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ 26-ാം തീയതി നമ്മൾ ആലോചിക്കുക. ബി.ജെ.പി. പ്രവർത്തകർ മാത്രമല്ല, ആർ.എസ്.പി., കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ വിശ്വാസികൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് നാളെ ഇവിടെ സുരക്ഷിതമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ക്യാൻസറിനെ ഇവിടെ നിന്ന് തുടച്ചിരിക്കേണ്ടതാണ് സഹോദരങ്ങളെ.
തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C രഘുനാഥ് വ്യക്തമാക്കി. ഇത്തരം നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. പോലീസിനെ കയറൂരി വിടരുത്. പോലീസിൻ്റെ പണി മാത്രം എടുക്കാം. പോലീസിൻ്റെ പണിയല്ല ആരാധനാലയങ്ങളിൽ കടന്നു എന്ന് അതിൻ്റെ അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെ തടയുന്നത് പോലീസിൻ്റെ പണിയല്ല. അത് പോലീസ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ അതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം. ഇത്തരം നടപടികളെ ശക്തമായ ഭാഷയിൽ ഞാൻ അപലപിക്കുന്നു. മതാചാരങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24, 25 മനസാക്ഷിക്കൊത്ത മതം അനുഷ്ഠിക്കാനും ആചരിക്കാനും അവകാശം നൽകുന്നു. നമ്മുടെ മതാചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു നടപടിക്രമം നമ്മുടെ തന്ത്ര പാരമ്പര്യത്തിലുണ്ട്. ആ തന്ത്ര പാരമ്പര്യത്തിൽ നമ്മൾ നിഷ്കർഷിച്ചിരിക്കുന്ന നമ്മുടെ മതാചാരങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഭരണഘടനാ ലംഘനമാണ്. കുടമാറ്റത്തിൽ രാംലല്ലയെ കാണിച്ചതിലുള്ള സർക്കാരിന്റെ പ്രതികാര നടപടിയാണിതെന്ന് സന്ദീപ് വാര്യർ ജനം TVയോട് പ്രതികരിച്ചു. ഇന്നലെ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് കുടമാറ്റത്തിൽ രാംലല്ലയുടെയും അതുപോലെ തന്നെ ചന്ദ്രയാന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഈ കുടമാറ്റത്തിന്റെ ഭാഗമായി വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ CPM-ന് വിശിഷ്യ ഈ പൂരം നടത്തുന്ന രണ്ട് ദേവസ്വങ്ങളെയും ആക്ഷേപിക്കണം, അവരെ തടസ്സപ്പെടുത്തണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. തൃശൂർ പൂരം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷയത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് രാഷ്ട്രീയ സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഉന്നയിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ പരിശോധന നടത്തുമെന്നുള്ള തണുപ്പൻ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം.